Hello all, welcome to ITA. This is Dr. Rishmi Prakash from ITA. ഞാനിവിടെ വന്നിരിക്കുന്നത് ചാറ്റ് ജി പി ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. പലരും ചാറ്റ് ജി പി ടിനെ കുറിച്ചിട്ട് പറയുന്നത് ഇത് പുതിയ ടെക്നോളജിയാണ്, അത് വളരെ മോശമാണ്, ഹ്യൂമൻ ഇൻ്റലിജൻസിന് മോശമാണ് എന്നുള്ള കുറേ നെഗറ്റീവ് വശങ്ങൾ പറയണ്ടേ. ഒരുപാട് പേരുടെ ജോലിക്ക് ഇത് ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു പരിധിവരെ കറക്റ്റാണ്. എങ്കിൽ കൂടി നമ്മൾക്ക് ഒരിക്കലും ഒരു ടെക്നോളജിൻ്റെ ഗ്രോത്തിന് വരവിനെ നമുക്ക് തടയാൻ പറ്റില്ല. അതിനെ നമ്മൾ തടഞ്ഞ ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് മുന്നോട്ട് പോകാനുള്ള അല്ലെങ്കിൽ അവരുടെ ബിസിനസ് മുന്നോട്ട്, പ്രത്യേകിച്ച് ബിസിനസ്സുകാർ ശ്രദ്ധിക്കേണ്ടത് പുതിയ ടെക്നോളജീനെ അറിഞ്ഞ് അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതുമായിട്ട് മുന്നോട്ട് പോകുക, അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. എന്തിനും നമുക്ക് നല്ല വശങ്ങളും ഉണ്ട്, ചീത്ത വശങ്ങളും ഉണ്ട്. അതിന് നല്ല രീതിയിൽ ഉപയോഗിക്കണം. ചാറ്റ് ജി പി ടി വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ അതിൽ എനിക്ക് കുറേ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കണ്ടന്റ് റൈറ്റേഴ്സിനാണ് മെയിനായിട്ട് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. പക്ഷെ എന്ന് കരുതിയിട്ട് അവരുടെ ജോലിനെ ഇതൊന്നും ബാധിക്കില്ല. കാരണം ചാറ്റ് ജി പി ടിയിൽ കുറച്ച് ന്യൂനതകളുണ്ട്. അവിടെയാണ് നിങ്ങളുടെ അഡ്വാൻറ്റേജ് കിടക്കുന്നത്. അപ്പം ആ ന്യൂനതകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പലപ്പോഴും, ഫോർ എക്സാമ്പിൾ, ഞാൻ ആദ്യം ബിരിയാണിയുടെ റെസിപ്പി ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചു, പ്രോംപ്റ്റ് കൊടുത്തു. അപ്പം ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് തന്നത്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കുറേ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഇതിൽ ആകെ ഇവർക്ക് ചിക്കൻ ബിരിയാണിയാണെന്ന് തോന്നുന്നു അറിയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ കൃത്യമായിട്ട് വെജിറ്റബിൾ ബിരിയാണി എന്ന് പ്രോംപ്റ്റ് കൊടുക്കണം. കൃത്യം വാക്കുകൾ കൊടുത്താൽ അവർ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ തരും. ഒരുപാട് സെർച്ചിങ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് അവർ തരില്ല. ചാറ്റ് ജി പി ടിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അത് ഇപ്പോൾ ലോഞ്ചിങ് സ്റ്റേജ് ആയതുകൊണ്ട് പല ന്യൂനതകളും ഉണ്ടാവും. അത് പരിഹരിച്ച് അവർ പുതിയൊരു വേർഷനൊക്കെ സൂൺ ഐ ഹോപ്പ് ദേ വിൽ ഇൻട്രൊഡ്യൂസ് ഇൻ ദ മാർക്കറ്റ്. ഇപ്പോൾ തന്നെ ഒരുപാട് ഫീഡ്ബാക്സ് മാർക്കറ്റിൽ നിന്ന് അവർക്ക് മേക്കേഴ്സിന് കിട്ടിയിട്ടുണ്ടാവും. അപ്പം അതിന് ശേഷം വേണം നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യാൻ. ഒരു 6 months കഴിഞ്ഞ് നോക്കിയാൽ നമുക്ക് ചാറ്റ് ജി പി ടിൻ്റെ ബെറ്റർ ചാറ്റ് ജി പി ടി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. അപ്പം ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, ബട്ട് യൂസ് ദ ബെസ്റ്റ് വേ. അല്ലെങ്കിൽ ബെസ്റ്റ് വേ എന്ന് പറയുമ്പോൾ ഏറ്റവും എത്തിക്കൽ വേയിൽ നമ്മളുടെ ഈ ഒരു ചാറ്റ് ജി പി ടി ഉപയോഗിക്കുക. അതാണ് എനിക്ക് പ്രത്യേകിച്ചിട്ട് പറയാനുള്ളത്. അതാകുമ്പോൾ നമ്മളുടെ റെപ്യൂട്ടേഷൻ ഒന്നും ബാധിക്കില്ല. എത്തിക്കലായിട്ട് ബി എത്തിക്കൽ. അത് ഏതൊരു ബിസിനസ്സുകാരുടെയും മുദ്രാവാക്യമാണെങ്കിൽ വിജയിക്കാൻ വേറെ ഒന്നും വേണ്ട. താങ്ക് യു. പിന്നീട് കാണാം.